വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാരികയാണെങ്കിൽ ആ വക്കീൽ നോട്ടീസ് വന്നത് ശാലിനിയെ അറിയിക്കാനായിട്ട് കളക്ട്രേറ്റിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. കളക്ടറുടെ ചേംബറിൽ തന്നെ എല്ലാവരുമായിട്ട് കുറേ മന്ത്രിമാരൊന്നുമില്ല, കുറേ ഓഫീസ് സ്റ്റാഫൊക്കെ ചേർന്നൊരു മീറ്റിംഗ് നടത്തുകയാണ്. അന്നേരം അനുപല്ലവിയോട് വന്ന് ശാരിക പറയുന്നുണ്ട് ഇങ്ങനെ ശാലിനിയെ കാണാനാണ് എന്നുള്ളത്. അന്നേരം അനുപല്ലവി വന്നിട്ട് മാഡം കുറച്ച് തിരക്കിലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് ആരെയും കയറ്റി വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അനുപല്ലവി അങ്ങനെ പറയുന്നത്, മാഡം കുറച്ച് തിരക്കിലാണ് എന്നുള്ളത്. അന്നേരം ശാരികയ്ക്ക് ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അന്നേരം അവളുടെ സൗകര്യത്തിന് അനുസരിച്ച് കാണാനായിട്ട് എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടിട്ട് ശാരിക അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ അനുപല്ലവി ആണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ശാരിക വന്നിരുന്നു, ദേഷ്യപ്പെട്ട് പോയി എന്നുള്ളത്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിൽ വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മയോട് ചോദിക്കുകയാണ് എന്താണ് കാര്യം എന്നുള്ളത്. അന്നേരം ബന്ധം വേർപെടുത്താനായിട്ട് രാജീവ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനിയും ആകെ ഒരു ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. വിളിച്ചൊക്കെ സംസാരിച്ചിട്ടും രാജീവ് ഇങ്ങനെ ഒത്തുപോകാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. ഗോപാലകൃഷ്ണനാണ് ശാരികയുടെ കാര്യം ആലോചിച്ചിട്ട് അതിൽ കൂടുതൽ വിഷമം. അവർ പിടിക്കപ്പെട്ടാൽ ശാരികയ്ക്ക് പിന്നെ ആര് കൂട്ടുതുണ ഇല്ലാതാകുമല്ലോ. അപ്പോൾ അതാലോചിച്ചിട്ടാണ് ഗോപാലകൃഷ്ണൻ ഏറെ വിഷമവും. ഇതേസമയം അവിടെയാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ സത്യഭാമ പൈസയൊക്കെ കൊടുത്തത് മാർക്കറ്റിലൊക്കെ എത്തുന്നുണ്ട്. അന്നേരം അവിടെയാണെങ്കിൽ വിഷ്ണു ഇപ്പോൾ അവിടെ പലിശപ്പിരിവ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ജീപ്പിൽ ഇങ്ങനെ പൈസയൊക്കെ ആയിട്ടില്ല മുതലാളിമാരെ പോലെ ഇങ്ങനെ വന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കറുത്ത കയ്യിലെയും മുണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിൽ പണം അടങ്ങുന്ന ബാഗൊക്കെ ആയിട്ട് ഒരു വട്ടിപ്പലിശക്കാരനെ പോലെ ആ ഒരു വേഷത്തിൽ ഇങ്ങനെ വിഷ്ണു വന്ന് ഇറങ്ങുകയാണ്. അന്നേരം പുതിയ ആൾക്കാരാണെങ്കിൽ വിഷ്ണുവിനെ കണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അയാളുടെ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ട്. അന്നേരം വിഷ്ണു അവരുമായിട്ട് അടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വളയൊക്കെ ഊരി വിഷ്ണു നല്ല രീതിയിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കയ്യിലിരുന്ന ബാഗ് എറിഞ്ഞിട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ സീൻ എന്ന പോലെ. അന്നേരം ഇത് കണ്ട് ഈ ചന്തയിലുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് വിഷ്ണു അല്ലേ, പഴയ ഇടിവള വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ ഓ ബ്ലേഡ് സത്യഭാമയുടെ മകൻ എന്നിങ്ങനെ പറഞ്ഞ് അവർ തങ്ങളുടെ ചിരിക്കുകയും സംസാരിക്കുകയും ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞേര്, വിഷ്ണു വന്നിട്ട് പോയി എന്നുള്ളത് പറഞ്ഞേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടി രംഗമൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ തിരികെ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ശ്യാമയും പപ്പിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ശ്യാമ ഇങ്ങനെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വേറെ എന്തൊക്കെയോ സംസാരിച്ചിട്ടാണെന്ന് തോന്നുന്നത്, പറയുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകും, അപ്പോൾ പോകുമ്പോൾ പപ്പി മോളെയും കൂടെ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ്. പോകും എന്നുള്ളത് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി ശ്യാമ പറയുന്നുണ്ട്. പക്ഷെ പപ്പിയെ കൊണ്ടുപോകുക എന്നുള്ളത് വിഷ്ണുവിന് മുഖം കൊടുക്കാതെയാണ് ശ്യാമ പറയുന്നത്. അന്നേരം വിഷ്ണുവിന് അകപ്പാടെ ഒരു സങ്കടം വരികയാണ്. വിഷ്ണു ആണെങ്കിൽ പപ്പിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തൻ്റെ മകളാണ് എന്നറിഞ്ഞിട്ടും കൂടെ ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്നില്ലല്ലോ. അങ്ങനെ വേറൊരാൾ കൊണ്ടുപോകുന്നു എന്നറിയുമ്പോൾ വിഷ്ണുവിന് അകപ്പാടെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ആ ഒരു ഇത്രയും സീനുകളാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി രോഹിത്തും പിന്നെ ശ്യാമയും പപ്പിയും ഒക്കെ മാറിപ്പോവുമായിരിക്കും. അതോ ഇനി അതിനോടകം ഈ പപ്പിയുടെ കാര്യം കൂടി അവിടെ വെളിപ്പെടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ സത്യഭാമയ്ക്ക് ഇപ്പോൾ പപ്പിയോട് അങ്ങനെ ഒരു സ്നേഹമില്ല. രോഹിത്തിൻ്റെയും ശ്യാമയുടെയും മകൾ എന്നുള്ളൊരു സ്നേഹം മാത്രമേ സത്യഭാമയ്ക്ക് പപ്പിയോടുള്ളൂ. സത്യയോടാണ് തൻ്റെ മകൻ്റെ കുട്ടി എന്നുള്ള ആ ഒരു സ്നേഹം വന്നിരിക്കുന്നത്. ഇനി വിഷ്ണുവിൻ്റെ ആ ഒരു ജോലിയും ശാലിനിയുടെ ജോലിക്കെതിരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.